2024 തുടക്കം തന്നെ ഞാനൊരു തീരുമാനമെടുത്തു. ഇനി മുതൽ എല്ലാ ദിവസവും 500 തവണ സ്കിപ്പ് റോപ്പ് ചെയ്യും. ആദ്യത്തെ ദിവസം എണീറ്റ ഉടനെ തന്നെ ഒന്നും നോക്കിയില്ല. മോട്ടിവേഷൻ്റെ പീക്കിൽ നിൽക്കുന്ന ഞാൻ നേരെ പോയി സ്കിപ്പ് റോപ്പ് എടുത്തു. 500 സ്കിപ്പ് റോപ്പ് അങ്ങ് ചെയ്തു. ആദ്യത്തെ ദിവസത്തെ മോട്ടിവേഷൻ രണ്ടാമത്തെ ദിവസവും ഉണ്ടായിരുന്നു. പിന്നെയും ചെയ്തു 500 സ്കിപ്പ് റോപ്പ്. എന്നാൽ മൂന്നാമത്തെ ദിവസമായപ്പോൾ ശരീരവേദന കാരണം 2 ദിവസം ചെയ്തതല്ലേ, ഇനി ഒരു ദിവസം റെസ്റ്റ് എടുക്കാം എന്ന് കരുതി. മൂന്നാമത്തെ ദിവസം നിർത്തിയ ഞാൻ പിന്നീട് സ്കിപ്പ് റോപ്പ് ചെയ്തിട്ടില്ല. ദിവസത്തിൻ്റെ എണ്ണം കൂടുന്തോറും മോട്ടിവേഷൻ്റെ വീര്യം കുറയും എന്നുള്ള സത്യം ഞാൻ അന്ന് മനസ്സിലാക്കി. ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ നിന്നാണ് 2 മിനിറ്റ് റൂൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളുടെ ഏതൊരു വലിയ ലക്ഷ്യത്തെയും 2 മിനിറ്റിൽ താഴെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റെപ്പാക്കി മാറ്റുക, അതായത് ഒരു മിനി ഹാബിറ്റാക്കി മാറ്റുക. ഉദാഹരണത്തിന്, നിങ്ങൾ 300 പേജുള്ള ഒരു പുസ്തകം വായിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എല്ലാ ദിവസവും ആ പുസ്തകത്തിൻ്റെ ഒരു പേജ് മിനിമം 2 മിനിറ്റെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റ് നേരത്തേക്ക് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും 5 കിലോമീറ്റർ ഓടാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ റണ്ണിങ് ഷൂസ് ഇട്ട് പുറത്ത് നടക്കാൻ പോകുന്നത് ശീലിക്കുക. ഒറ്റ നോട്ടത്തിൽ ഈ പ്രവൃത്തികളൊന്നും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ജീവിതത്തിൽ വരുത്തുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. എന്നാൽ 2 മിനിറ്റ് ആണെങ്കിലും എല്ലാ ദിവസവും ആ പ്രവൃത്തി ചെയ്യുന്നതിനായി നിങ്ങൾ വരുന്നു എന്നുള്ളത് നിങ്ങളുടെ സെൽഫ് ഇമേജിൽ കാര്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരും. കൺസിസ്റ്റൻസി എന്ന ക്വാളിറ്റി നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമായി മാറും. ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും ലക്ഷ്യങ്ങളുണ്ട്. എന്നാൽ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ്. ആ ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കുന്നത് മോട്ടിവേഷനോ വിൽ പവറോ അല്ല, മറിച്ച് ഹാബിറ്റ്സ് ആണ്. എല്ലാ ദിവസവും ചെറുതല്ലെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് ആണ് വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുക. നമ്മുടെ പ്രവൃത്തി ഒരു ഹാബിറ്റാക്കി മാറ്റുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം. അതിന് ഈ 2 മിനിറ്റ് റൂൾ നമ്മളെ സഹായിക്കും. ഒരിക്കൽ ഈ 2 മിനിറ്റ് മിനി ഹാബിറ്റ് ശീലിച്ചാൽ പതിയെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാം. ഒരു പേജ് വായിക്കുന്നതിന് പകരം 2-3 പേജ് ആക്കാം. 2 മിനിറ്റ് സ്കിപ്പിംഗ് ചെയ്യുന്നതിന് പകരം 5 മിനിറ്റ് ആക്കാം. അങ്ങനെ ഇൻറ്റൻസിറ്റി പതിയെ കൂട്ടാം. അപ്പോൾ ഈ പറഞ്ഞ 2 മിനിറ്റ് റൂൾ നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യുക, നല്ല നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.